ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടെസ്റ്റിംഗ് ഓഫ് ഡിസിൻഫെക്റ്റൻറ്റിനെ കുറിച്ചാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു സ്റ്റെറിലൈസേഷൻ എന്താ, ഡിസിൻഫെക്റ്റൻ്റ് എന്താ എന്നൊക്കെ. അപ്പോൾ ഇനി ഈ ഡിസിൻഫെക്റ്റൻറ്റിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ് ഡിസിൻഫെക്റ്റൻറ്റ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഡിസിൻഫെക്റ്റൻറ്റ് എത്രമാത്രം എഫക്റ്റീവാണ്, അതുപയോഗിച്ചാൽ എത്രമാത്രം മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ കില്ല് ചെയ്യാൻ പറ്റും, നമുക്ക് അലർജി ഒന്നും ഉണ്ടാക്കാത്ത, അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ ഡിസിൻഫെക്റ്റൻറ്റിനെ ടെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, ആദ്യമായിട്ട് ഡിസിൻഫെക്റ്റൻറ്റിനെ ടെസ്റ്റ് ചെയ്തത് റോബർട്ട് കോച്ച് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. ആൾ ഒരു സിൽക്ക് ത്രെഡ് എടുത്തിട്ട് ബാസിലസ് ആന്ത്രാസിസിൻ്റെ ഒരു ലിക്വിഡ് കൾച്ചർ പ്രിപ്പയർ ചെയ്തു. ദെൻ ആ ലിക്വിഡ് കൾച്ചറിൽ സിൽക്ക് ത്രെഡ് ഡിപ്പ് ചെയ്തെടുത്തു. ദെൻ ഡ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ന്യൂട്രിയൻ ബ്രോത്ത് ഉണ്ട്. ഈ ന്യൂട്രിയൻ ബ്രോത്ത് എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ ഒക്കെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള മീഡിയയാണ്. അതായത് അതിനാവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളും എല്ലാം ഈ മീഡിയയിൽ നിന്ന് കിട്ടും. അതുപയോഗിച്ച് ഈ ബാക്ടീരിയ ഒക്കെ ഈ മീഡിയയ്ക്കകത്ത് ഗ്രോ ചെയ്യും. ദെൻ നമ്മൾ ഈ ഡിസിൻഫെക്റ്റൻറ്റിൽ പലതരത്തിലുള്ള ഡിസിൻഫെക്റ്റൻറ്റുകളുണ്ട്. ആ ഡിസിൻഫെക്റ്റൻറ്റുകളിൽ ഓരോന്ന് മുക്കി എടുക്കും. എന്നിട്ട് അത് മുക്കിയിട്ട് എന്ത് ചെയ്യും, ഇതിനകത്തേക്ക് ഈ ഇൻക്യുബേഷന് വേണ്ടിയിട്ട് ന്യൂട്രിയൻ്റ് ബ്രോത്തിനകത്ത് ഇട്ട് കൾച്ചർ ചെയ്ത് വെക്കും. അങ്ങനെ കൾച്ചർ ചെയ്ത് വെച്ചു. ആഫ്റ്റർ ഇൻക്യുബേഷൻ നമ്മളത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഗ്രോത്ത് ഓക്കർ, ചിലതിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടാവും, അതായത് ഈ ബാക്ടീരിയ ഗ്രോ ചെയ്തിട്ടുണ്ടാവും, ചിലതിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ബാക്ടീരിയ ഗ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ, ആ ഡിസിൻഫെക്റ്റൻറ്റ് നല്ലതല്ല. കാരണം അതൊരു ഡിസിൻഫെക്റ്റൻ്റായിട്ട്, അതായത് ആ ബാക്ടീരിയനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഗ്രോത്ത് ഉണ്ടാവാത്തത് നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം, നല്ലൊരു ഡിസിൻഫെക്റ്റൻ്റായിട്ട്, അതായത് ആ ബാക്ടീരിയനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് മോർ എഫക്റ്റീവായിട്ടുള്ളൊരു ഡിസിൻഫെക്റ്റൻ്റായിട്ട് എടുക്കാം. അങ്ങനെയായിരുന്നു ആദ്യമായിട്ട് ഡിസിൻഫെക്റ്റൻറ്റിനെ ടെസ്റ്റ് ചെയ്തത്. ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ, ഹോസ്പിറ്റൽസിൽ, ലാബോറട്ടറീസിൽ ഇവിടെയൊക്കെ നമ്മൾ ഡിസിൻഫെക്റ്റൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഡിസിൻഫെക്റ്റൻറ്റ് യൂസ് ചെയ്യുന്നത്, അവിടെയുള്ള അല്ലെങ്കിൽ ആ ഒരു സർഫസിലുള്ള ആ ഏരിയയിലുള്ള ആ ഒരു മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിസിൻഫെക്റ്റൻറ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ പലതരത്തിലുള്ള ഡിസിൻഫെക്റ്റൻ്റ് ഉണ്ട്. ആ ഡിസിൻഫെക്റ്റൻ്റ് എന്ന് പറയുമ്പം ചിലത് ഈ ഓർഗാനിക് മാറ്ററിൻ്റെ ഒക്കെ പ്രസൻസ് വരുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു എഫിഷ്യൻസിയും ഒക്കെ എന്താണ് ചിലപ്പം കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ ടെസ്റ്റിങ് വഴി നമ്മൾ ചെയ്യും. ഇനി അതുപോലെ തന്നെ ഈ മെത്തേഡ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഉപകാരം എന്നാന്ന് വെച്ചാൽ, എത്ര ഡയലൂഷൻ, അതായത് ഡിസിൻഫെക്റ്റൻ്റ് നമുക്കറിയാമല്ലോ, ഇപ്പം ഒരു ആൽക്കഹോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഫീനോളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത്ര കോൺസെൻട്രേഷൻ ഉള്ള ഇതെടുത്ത് അത് ഇത്ര ml വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഡയലൂട്ട് ചെയ്ത് യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് കറക്റ്റായിട്ടുള്ള ഡയലൂഷൻ, അതായത് ഇത് എത്രമാത്രം ഡയലൂട്ട് ചെയ്തെടുത്ത് നമ്മൾ യൂസ് ചെയ്താൽ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ അങ്ങനെ അതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ ടെസ്റ്റിങ് വഴി നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ചിലതാണെങ്കിൽ ഫീനോളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫീനോളിനേക്കാളും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള ഏത് ഡിസിൻഫെക്റ്റൻ്റ് ആണെന്ന് നോക്കും. അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള മെത്തേഡ്സ് വെച്ച് ഡിസിൻഫെക്റ്റൻ്റ് എഫക്റ്റീവ് ആണോ അല്ലയോ എന്നും നോക്കും. ഇതതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോസസ് ദാറ്റ് ഡിസ്ട്രോയ് ഓർ റിമൂവ്സ് മോസ്റ്റ് ഇഫ് നോട്ട് പതോജനിക് ഓർഗാനിസം ബട്ട് നോട്ട് ബാക്ടീരിയ സ്പോർസ്. പക്ഷേ ഡിസിൻഫെക്റ്റൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കതിനകത്ത് ബാക്ടീരിയയുടെ സ്പോർസിനെ കില്ല് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പകരം ജസ്റ്റ് ആ പതോജനിക്കായിട്ടുള്ള ഓർഗാനിസത്തിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയാനായിട്ട് മാത്രമേ ഡിസിൻഫെക്ഷൻ കൊണ്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി ഡിസിൻഫെക്റ്റൻ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അതെന്താ ചെയ്യുന്നത്, മൈക്രോ ഓർഗാനിസത്തിനെ ഇന്നാക്റ്റീവ് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നു. ഒരു ഇന്നേർട്ട് സർഫസിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് ഡിസിൻഫെക്റ്റൻറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ബാക്ടീരിയൽ സ്പോർസിനെയും കില്ല് ചെയ്യുന്നില്ല, പകരം ജസ്റ്റ് അവിടെ വന്നതിനെ ഒന്ന് റിമൂവ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. സ്റ്റെറിലൈസേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പം ലെസ് എഫക്റ്റീവാണ്. കാരണം സ്റ്റെറിലൈസേഷനിൽ മൈക്രോ ഓർഗാനിസം ഫുള്ളായിട്ട് ഡെഡായി പോകും, നമ്മളതിനെ കില്ല് ചെയ്ത് കളയും. പക്ഷേ ഡിസിൻഫെക്ഷൻ ജസ്റ്റ് അതിനവിടെ നിന്നൊന്ന് റിമൂവ് ചെയ്യും, അത്രമാത്രമാണ് ചെയ്യുന്നത്. ഹൈ ലെവൽ ഡിസിൻഫെക്റ്റൻ്റ് ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് ലെവൽ ഡിസിൻഫെക്റ്റൻ്റ് ഉണ്ട്, ലോ ലെവൽ ഡിസിൻഫെക്റ്റൻ്റ് ഉണ്ട്. ഒരു ഡിസിൻഫെക്റ്റൻ്റെ ഐഡിയൽ പ്രോപ്പർട്ടീസ് ഇതെല്ലാം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത്
ഒരു നല്ലൊരു ഡിസിൻഫെക്റ്റൻറ്റിന് വേണ്ട ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മസ്റ്റ് ബി ഫാസ്റ്റ് ആക്ടിങ്, പെട്ടെന്ന് തന്നെ ആക്ഷൻ ഉണ്ടായിരിക്കണം. അതായത് നമ്മളൊരു സർഫസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെടുത്തു, ഈ ഡിസിൻഫെക്റ്റൻറ്റ് വെച്ച് ക്ലീൻ ചെയ്യുമ്പം തന്നെ ആ മൈക്രോ ഓർഗാനിസം അവിടെ നിന്ന് റിമൂവ് ആവണം. അതുപോലെ ഫാസ്റ്റ് ആയിട്ടുള്ള ആക്ടിങ് ആയിട്ടുള്ളതാവണം. അതുപോലെ തന്നെ മോസ്റ്റ് ഇൻഫെക്ഷ്യസ് ഏജൻറ്റ്, മിക്ക ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന മിക്ക ഏജൻസിനോടും എഫക്റ്റീവായിട്ട് അതിനെല്ലാം റിമൂവ് ചെയ്യാനായിട്ട് എബിലിറ്റി ഉള്ള ഒരു ഡിസിൻഫെക്റ്റൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ അൾട്ടറിങ് മെറ്റീരിയൽസ്, അതായത് മെറ്റീരിയൽസിന് ഒരു ദോഷമുണ്ടാക്കാതെ തന്നെ ഈസി പെനട്രേഷൻ, അതായത് പെട്ടെന്ന് തന്നെ മൈക്രോ ഓർഗാനിസത്തിൽ പെനട്രേറ്റ് ചെയ്ത് അതിനെ കില്ല് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉള്ളതാവണം. അതുപോലെ തന്നെ ലൈറ്റിൻ്റെയും ഹീറ്റിൻ്റെയും ഒക്കെ പ്രസൻസിലും അത് സ്റ്റേബിളായിട്ട് തന്നെ ഇരിക്കണം. പിന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനും ഈസി ആയിരിക്കണം. അതുപോലെ തന്നെ എക്സ്പെൻസ് ഉണ്ടാവാൻ പാടില്ല, ഇൻഎക്സ്പെൻസീവ് ആവണം, പെട്ടെന്ന് തന്നെ കിട്ടുന്നതാവണം. അതുപോലെ ഓർഡർ, അതായത് ഒരു ബാഡ് ഓർഡറൊന്നും ഉണ്ടാവാത്ത തരത്തിലുള്ള, അതൊക്കെയാണ് ഒരു ഐഡിയൽ നല്ലൊരു ഡിസിൻഫെക്റ്റൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റി ഓഫ് ഡിസിൻഫെക്റ്റൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതായത് ഈ ഡിസിൻഫെക്റ്റൻ്റ് അവിടെ ആക്ട് ചെയ്യണമെങ്കിൽ അതിനെ കുറച്ച് കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യും, കുറച്ച് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യും. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഇനേറ്റ് റെസിസ്റ്റൻസ് ഓഫ് മൈക്രോബ്സ്, അതായത് ആ മൈക്രോബ് ആ ഡിസിൻഫെക്റ്റൻറ്റിനോട് റെസിസ്റ്റൻ്റ് ആണെങ്കിൽ ഒരിക്കലും ആ ഡിസിൻഫെക്റ്റൻ്റ് ഉപയോഗിച്ച് നമ്മളവിടെ ക്ലീൻ ചെയ്താൽ ആ മൈക്രോ ഓർഗാനിസം അവിടെ നിന്ന് റിമൂവ് ആയി പോകത്തില്ല. പിന്നെ മൈക്രോബിയൽ ഡെൻസിറ്റി, എത്രമാത്രം മൈക്രോ ഓർഗാനിസം അവിടെ പ്രസൻ്റ് ആണ് എന്നുള്ളതും ഇതിൻ്റെ ഒരു ഫാക്ടറാണ്. കാരണം മൈക്രോ ഓർഗാനിസത്തിൻ്റെ അളവ് കൂടിയാൽ ആ ഡിസിൻഫെക്റ്റൻ്റ് ഉപയോഗിക്കുന്നതും അതിൻ്റെ ആക്ടിവിറ്റിയിലും അഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. ഡിസിൻഫെക്റ്റൻ്റെ കോൺസെൻട്രേഷൻ, അതുപോലെ തന്നെ അത് ഉപയോഗിക്കുന്ന ടൈം. ഇപ്പം നമ്മൾ അത് കോൺസെൻട്രേഷൻ കൂട്ടിക്കൊടുത്താലേ മൈക്രോ ഓർഗാനിസം കില്ല് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ അത് ഉപയോഗിക്കുന്ന ആ ഒരു ടൈം, എത്ര സമയം വരെ ഇതുമായിട്ട് നമ്മൾ എക്സ്പോഷർ ചെയ്യുന്നുണ്ട് എന്നുള്ളതും അതിനെ അഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. പിന്നെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ ഓർഗാനിക് മാറ്ററിൻ്റെ പ്രസൻസ്, അതൊക്കെ ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഇനി നമ്മൾ നോക്കുന്നത് ടെസ്റ്റിംഗ് ഓഫ് ഡിസിൻഫെക്റ്റൻ്റ് ആണ്. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ മൈക്രോ ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവിടെ നിന്ന് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്ത് കളയാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള ഏതാണ് ഡിസിൻഫെക്റ്റൻ്റ് നല്ലത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസിൻഫെക്റ്റൻറ്റിനെ ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ ആ ഒരു പൊട്ടൻസി, ലോസ് പൊട്ടൻസി ഓൺ സ്റ്റാൻഡിങ്, അതായത് ഇരിക്കും തോറും അതിൻ്റെ ആ ഒരു കഴിവ് നഷ്ടപ്പെടുമോ, അതായത് അത് സ്റ്റേബിളായിട്ടിരിക്കണം, അത് ഒരു ദിവസം കൊണ്ട് ചീത്തയാവുന്നതാവരുത്. അതുപോലെ തന്നെ ഓർഗാനിക് മാറ്ററിൻ്റെ അഡീഷൻ വന്നാൽ, ഓർഗാനിക് മാറ്ററിൻ്റെ പ്രസൻസ് വന്നാൽ അതിൻ്റെ ആ ഒരു ആക്ടിവിറ്റി ലോസ് ആവുമോ. പിന്നെ ഹോസ്പിറ്റൽസിലും ലാബിൽസിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിസിൻഫെക്റ്റൻ്റ് ഏതാണ്, അതിൻ്റെ എഫിഷ്യൻസി, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് കുറേ മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ കാരിയർ ടെസ്റ്റ്, പിന്നെ AOAC ടെസ്റ്റ്, ദെൻ സസ്പെൻഷൻ ടെസ്റ്റ്, അതിനകത്ത് തന്നെ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും ഉണ്ട്. ഫീനോൾ കോഎഫിഷ്യൻറ്റ്, റൈഡൽ വോൾക്കർ മെത്തേഡ്, ചിക്ക് മാർട്ടിൻ ടെസ്റ്റ്, കപ്പാസിറ്റി ടെസ്റ്റ്, കെൽഷി സ്കൈസ് ടെസ്റ്റ്, അങ്ങനെ പറയുന്ന കുറേ ടെസ്റ്റുകളാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്നത്, ഡിസിൻഫെക്റ്റൻറ്റിൻ്റെ എഫക്റ്റീവ്നെസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ദെൻ അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് കാരിയർ ടെസ്റ്റ്. കാരിയർ ടെസ്റ്റ് എന്ന് പറയുന്നത്